ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ VFDയുടെ MS സീരീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഡ്രൈവിൻ്റെ അൺബോക്സിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണുക. അവസാനമാണ് നമ്മൾ ഇതിൻ്റെ വയറിങ്ങും മറ്റു കാര്യങ്ങളും അതിൻ്റെ കണക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളുടെ MS300 എന്ന് പറയുന്ന ഡ്രൈവ്. നമുക്ക് കിട്ടിയിട്ടുള്ള 3 ഫേസ് ഇൻപുട്ട് കൊടുക്കുന്ന 1 HP ഡ്രൈവാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിനകത്ത് വരുന്ന കാര്യങ്ങളും അതിൻ്റെ വയറിങ് ടെർമിനൽസ് ഡീറ്റെയിൽസ് ഒക്കെയാണ്. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ വയറിംഗ് എല്ലാം കണക്ട് ചെയ്ത് നമ്മൾ ഡയറക്റ്റായിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ MS300 എന്ന് പറയുന്ന ഡ്രൈവ്. ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ ഈ സൈഡിലാണ് ഇതിനകത്ത് ഫുൾ നെയിം പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. VFD 2A7MS43 എന്ന് പറയുക അത് അതിൻ്റെ മോഡൽ നമ്പറാണ്. നിങ്ങൾക്ക് കാറ്റലോഗോ അതിൻ്റെ മാനുവൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് വെച്ച് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇത് 1 HP ഡ്രൈവാണ്. 1 HP നമുക്കറിയാം. ഇതിനകത്ത് നോർമൽ ഡ്യൂട്ടിയും ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഹെവി ഡ്യൂട്ടി ഡ്രൈവാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്കിതിനകത്തൊരു നോബ് കൊടുത്തിട്ടുണ്ട്. പൊട്ടൻഷ്യോ മീറ്റർ, അതായത് സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ട് ഇവിടെ നോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ ചില സാഹചര്യത്തിൽ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആസ് യൂഷ്വൽ ഓൺ ഓഫിന് കമാൻഡ് കൊടുക്കാനുള്ള ബട്ടൺസ് ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ആരോസ്, പിന്നെ മോഡ് നമുക്ക് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഇതിൻ്റെ കാണുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ബാക്കിൽ ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് ഒക്കെ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂസ് അധികം ഇതിനകത്ത് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അത് നല്ലൊരു ഡ്രൈവ് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ടെർമിനൽസ് നോക്കാം. ടെർമിനൽസിനകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനായിട്ട് ഇതിൻ്റെ ഈ ടെർമിനൽസിൻ്റെ ഈ ബോക്സ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ടെർമിനൽസ് കൊടുത്തിരിക്കുന്നുണ്ടോ. ഇതിനകത്ത് M1 M2 M3 ഇതെല്ലാം നമുക്ക് ഡിജിറ്റൽ ഇൻപുട്ടാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഇതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ മറ്റേ ഡാൻഫോഴ്സിൻ്റെയും സീമെൻസിൻ്റെ ഒക്കെ VFDയുടെ ഓൾറെഡി പ്രോഗ്രാം വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള സെയിം തന്നെയാണ്. ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് മാത്രമേ മാറുന്നുള്ളൂ. കോൺസെപ്റ്റ് മോറോലെസ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇവിടെ ഡിജിറ്റൽ ഇൻപുട്ട് കൊടുക്കുന്നത് M1 M2 ഈ ഒരു ടെർമിനൽസിലാണ്. +24 വോൾട്ടേജ് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഇതിനകത്ത് പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ +10 ഉണ്ടോ, +10 AVI കോമൺ ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് റിലേ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ RS485 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കമ്പ്യൂട്ടറായിട്ട് ഇൻ്റർഫേസ് ചെയ്തിട്ട് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില ലാഡർ ലോജിക് ഒക്കെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല VFDയുടെ തന്നെ പ്രോഗ്രാം നമുക്ക് ഈ ഡിസ്പ്ലേ വഴി അല്ലാതെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ വഴി നമുക്ക് പ്രോഗ്രാം ചെയ്യാം. കുറേ കൂടെ നമുക്ക് ഈസി ആയിട്ട്, അതായത് എല്ലാ പാരാമീറ്ററും നമുക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാം. കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ വഴി ചെയ്യുന്നതിനാൽ കുറേ കൂടെ കൺവീനിയൻ്റ് ആണ്. പിന്നെ എല്ലാ രീതിയിലുള്ള പ്രോട്ടോകോൾസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RS485 ഇഥർനെറ്റ് അങ്ങനെ എല്ലാ ഇതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടത് മോട്ടോർ ടെർമിനൽസ് ആണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിനകത്ത് സ്റ്റിക്കർ തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് L1 L2 L3 എന്ന് പറയുന്നവിടെ പവർ കൊടുക്കാം. U1 അല്ലെങ്കിൽ T1 T2 T3 എന്ന് പറയുന്നിടത്ത് മോട്ടോർ കണക്ട് ചെയ്യാം. അതിൻ്റെ മോട്ടറിൻ്റെ സിമ്പിൾ അടക്കം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വയറിങ് റോങ് കണക്ഷൻ വരേണ്ട കാര്യമില്ല. അതേപോലെ നമുക്ക് ഈ ഡ്രൈവിനകത്ത് ഔട്ട്പുട്ട് ഫ്രീക്വൻസി നമുക്ക് 2000 ഹെർട്സ് വരയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്.
അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഫീച്ചറായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് തന്നെയാണ്. സൈസ് നമുക്കറിയാം വളരെ കോമ്പാക്റ്റ് ആണ്. നമുക്കപ്പോൾ അത് തന്നെ സൈഡായിട്ട് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും, സൈഡ് ബൈ സൈഡ് നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു USB പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്യാം. മറ്റ് ഇതിനകത്ത് ബിൽറ്റ് ഇൻ PLCയുടെ ലാഡർ ഇതുണ്ട്, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രൈവിൻ്റെ MS300ൻ്റെ മെയിനായിട്ട് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ്, ഫാന്, അതേപോലെ കൺവെയർ, പാക്കിംഗ് മെഷീൻസ്, ടെക്സ്റ്റൈൽസ്, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു മീഡിയം സ്കെയിലുള്ള അല്ലെങ്കിൽ ഒരു ലോ വോൾട്ടേജിൽ വരുന്ന എല്ലാത്തരം ആപ്ലിക്കേഷൻസും നമുക്ക് മെയിനായിട്ട് ഇത് ഉപയോഗിക്കാം. ഹെവി ഡ്യൂട്ടി, അതായത് ഫിക്സഡ് ലോഡ് നമ്മളെ ക്രഷറും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രെയിനിലെല്ലാം ഉപയോഗിക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ സെലക്ഷൻ എല്ലാം കറക്റ്റ് ചെയ്യണം. അല്ലാത്ത കേസിനകത്ത് ബാക്കി നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസിനും മോറോലെസ് ഈ MS300 നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ MS300 തന്നെ MS സീരീസ് തന്നെ 3 വരുന്നുണ്ട്. MH വരുന്നുണ്ട്, ME സീരീസും വരുന്നുണ്ട്. അതായത് MS300, MH300, അതേപോലെ ME300, ഇങ്ങനെ 3 കാറ്റഗറി വരുന്നുണ്ട്. അതായത് ഒരു ഹൈ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമുക്ക് MH യൂസ് ചെയ്യാം, സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് MS യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഒരു ലോ റേഞ്ചിലാണെങ്കിൽ ഇതിലും താഴെ ലോഡ് എടുക്കുന്ന ഒരു വളരെ സിമ്പിൾ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ ME300 നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ ഈ ഡ്രൈവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വയറിംഗ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ജസ്റ്റ് 1-2 പാരാമീറ്റർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണ് വ്യൂ ആകുന്നത്, അതിൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി MS300ൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തന്നു, അൺബോക്സിങ്ങും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ തന്നു. ഇനി നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, വയറിംഗ് എല്ലാം നമ്മൾ കൊടുത്ത് ഇതിന് പവർ ഓൺ ചെയ്ത് നമ്മൾ ഇതിൻ്റെ പാരാമീറ്റർ ചേഞ്ചിങ് അടക്കം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡ്രൈവിൽ കൊടുത്തുള്ള കണക്ഷൻസ് ഒന്ന് നോക്കാം. ഇതാണ് ടെർമിനൽ ബോക്സ്. നമ്മൾ ഇതിനകത്ത് ടെർമിനൽ ബോക്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടെർമിനൽസ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെയാണ് ടെർമിനൽ കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കുറച്ച് ഒരു സെക്കൻഡ്, ഇപ്പോൾ ഇതുണ്ടോ, ഈ ടെർമിനൽസ് M1, M2 അങ്ങനെയാണ് ഇതിൻ്റെ ടെർമിനൽസ് പോയിരിക്കുന്നത്. അതേപോലെ +10 വോൾട്ടേജ് AC, AVI അങ്ങനെയാണ് അതിൻ്റെ ടെർമിനൽസ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് M1-ഉം, അതായത് ഇപ്പോൾ ടെർമിനൽ ഇവിടെ നോക്കുകയാണെങ്കിൽ M1-ഉം, യെസ്, ആക്ച്വലി നമ്മൾ ഇതിൻ്റെ M1-ഉം കോമണുമാണ് നമ്മളിവിടെ റൺ കമാൻഡിനായിട്ട് എടുത്തിട്ടുള്ളത്. ബാക്കി ഈ 3 ടെർമിനൽ, അതായത് +10 വോൾട്ടേജ് ACM, AV1, ഈ 3 ടെർമിനലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കണക്ഷനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെർമിനൽസ് എല്ലാം മാനുവലിനകത്ത് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ M1-ഉം DCM എന്ന് പറയുന്നതാണ് റൺ കമാൻഡിന് എടുത്തിട്ടുള്ളത്. ബാക്കി ഈ 3 ടെർമിനൽ പൊട്ടൻഷ്യോമീറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ MCB വഴി 3 ഫേസ് ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മോട്ടർ ടെർമിനൽസ് നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മാനുവൽ മോഡിലുള്ള ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഓട്ടോ മോഡിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ 3 ഫേസ് ഇൻപുട്ട് ഇവിടെ MCBയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ MCB ഓൺ ചെയ്തിട്ടുണ്ട്. VFD അതിൻ്റെ ബേസിക്, അതായത് ഇനീഷ്യൽ പാരാമീറ്ററിലേക്ക് വന്നിട്ടുണ്ട്. F60 എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഫ്രീക്വൻസി 60 എന്നാണ് അത് കാണിക്കുന്നത്. ഇതാണ് ആക്ച്വലി മാനുഫാക്ചറിങ്ങിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്ന ഫ്രീക്വൻസി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യാനുസരണം നമുക്കത് മാറ്റണം. നമ്മളിപ്പോൾ ഇന്ത്യൻ ഫ്രീക്വൻസി 50 ഹെർട്സ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മാനുവൽ മോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് റൺ കമാൻഡ് കൊടുത്താൽ മതി. അതായത് ഈ ഗ്രീൻ ബട്ടൺ ഉണ്ടോ, ഈ ഗ്രീൻ ബട്ടൺ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ VFD റൺ ആവും. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. ഫ്രീക്വൻസി നമുക്ക് ഇതിനകത്ത് കൂട്ടാൻ പറ്റില്ല. അപ്പ് ആൻഡ് ഡൗൺ ഇത് കണ്ടോ, ഈ 2 ആരോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഫ്രീക്വൻസി നമുക്ക് ആവശ്യാനുസരണം കൂട്ടുക കുറയ്ക്കുക എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിനകത്ത് ഒരു 25 അല്ലെങ്കിൽ 25 ഹെർട്സ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ RPM കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ്ടോ, ഇപ്പോൾ 20 ഹെർട്സ് ആയി. നമുക്ക് പരമാവധി കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടെ ഈ ഷാഫ്റ്റ് തിരിയുന്നത് വൃത്തിയായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഏറ്റവും സ്ലോ ആകുമ്പോൾ നമുക്ക് അത്രയും തന്നെ വിസിബിളാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം. ഇപ്പോൾ 15, നമുക്ക് മാക്സിമം ഒരു 10 വരയ്ക്ക് സെറ്റ് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 10 ഹെർട്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോട്ടർ അത്രയും തന്നെ സ്ലോ ആയി. നമുക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഏത് ഫ്രീക്വൻസിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ
ഇപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡ്സ് ഓൺ, അതായത് ഈ ഹാൻഡ്സ് ഓൺ മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡ് എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. നമുക്ക് വേറെ എക്സ്റ്റേണലായിട്ട് ഫോർ എക്സാമ്പിൾ ഈ പുഷ് ബട്ടണോ സെലക്ടർ സ്വിച്ച് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനകത്ത് തന്നെ ഓൺ ആക്കുക, അതേപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഓഫ് ആക്കുക. അപ്പോൾ അതാണ്ടോ ഡിസ്പ്ലേയിൽ നമ്മൾ ഓഫ് ചെയ്തു, ഡിസ്പ്ലേയിൽ തന്നെ നമ്മൾ ഓൺ ആക്കുന്നു. ഫ്രീക്വൻസി കൂട്ടുക കുറയ്ക്കുക എല്ലാം ഡിസ്പ്ലേയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഹാൻഡ്സ് ഓൺ മോഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് വി എഫ് ഡി മാത്രം ഒരു സൈഡിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്, അവിടെ കൺട്രോൾ പാനലൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വി എഫ് ഡി തന്നെ ഡയറക്റ്റ് ആയിട്ട് ഓൺ ഓഫ് എല്ലാം ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എഫ് ഡി പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആവും. കാരണം ഇത് ഓപ്പൺ മൗണ്ടഡോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ കീപാഡിനകത്ത് ഓൺ ഓഫ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവും. അതുകൊണ്ട് വി എഫ് ഡിയുടെ ലൈഫിനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിമോട്ട് ഓപ്ഷനിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു കൺട്രോൾ പാനൽ ഈ വി എഫ് ഡി ആ കൺട്രോൾ പാനലിനകത്ത് വെക്കുക, അതായത് ഒരു എൻക്ലോഷറോട് കൂടിയിട്ട് അതിനകത്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റിയാണ്. അതേപോലെ ഈ കണക്ഷൻസ്, ഈ ഓൺ ഓഫ് കണക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇതേ കണക്ഷൻ നേരെ നമ്മൾ റിമോട്ട് ഓപ്ഷനിലേക്ക് കൊണ്ടുവരും. അതായത് ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു സെലക്ടർ സ്വിച്ചാണ്. നമ്മൾ ഈ ഓൺ ഓഫ് ചെയ്ത അതേ ഫംഗ്ഷൻ നമുക്ക് ഈ സെലക്ടർ സ്വിച്ച് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ഓഫ് ആക്കാൻ പറ്റും. അതേപോലെ സ്പീഡ് കൺട്രോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ ആരോ വഴി ചെയ്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ആ ഫംഗ്ഷൻ നേരെ നമ്മൾ ഈ ഒരു നോബ് വഴി നമ്മൾ ചെയ്യുന്നു. അതായത് ഇതിന് പൊട്ടൻഷ്യോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നോബ് വഴി നിങ്ങൾക്ക് സെയിം ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ പറയുന്നതാണ് റിമോട്ട് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിമോട്ട് കണക്ഷൻ്റെ വയറിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിമോട്ടിൻ്റെ പ്രോഗ്രാം കൂടെ ചെയ്താലേ ഇത് വർക്ക് ആവുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് ഫുൾ പ്രോഗ്രാമൊന്നും നമ്മൾ ചെയ്യുന്നില്ല, മോട്ടറിൻ്റെ പാരാമീറ്റർ ചേഞ്ച് ചെയ്യുന്നത് മാത്രം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഫർദർ പ്രോഗ്രാം കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ അതിൻ്റെ മാനുവൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പാരാമീറ്റർ മാത്രം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് മാനുവൽ മോഡിലാണ് കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് റിമോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു, പാരാമീറ്റർ എൻ്റർ ചെയ്യുമ്പോൾ 00 എന്ന് വരും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, മോട്ടറിൻ്റെ പാരാമീറ്ററാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. മോട്ടറിൻ്റെ പാരാമീറ്റർ 5ലാണ് കിടക്കുന്നത്, 5.00. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പാരോ അടിച്ച് 5.01 ആക്കുന്നു. ഇവിടെ നമ്മൾ ആംസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ആംസ് എന്ന് പറഞ്ഞാൽ 1 ആംസ് ആണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള മോട്ടറിൻ്റെ ഉള്ളത് 1 ആംസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ 1 ആംസ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. 1 ആംസ് എത്രയാണോ നിങ്ങളുടെ മോട്ടറിൻ്റെ ആംസ് അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 1 ആണ് നമ്മളിപ്പോൾ മോട്ടർ നെയിം പ്ലേറ്റിലുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് 1 തന്നെ സെറ്റ് ചെയ്യുന്നു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോട്ടർ നെയിം പ്ലേറ്റ് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്തോളാം. അതിനുശേഷം അടുത്തത് നമുക്ക് 02-നകത്ത് കിലോ വാട്ടാണ്. നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള മോട്ടറും കിലോ വാട്ട് 0.75 തന്നെയാണ്. 0.5 ആണ് നമ്മുടെ കിലോ വാട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് കുറയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ആക്ച്വൽ കിലോ വാട്ട് എന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 0.5 കിലോ വാട്ടാണ് നമ്മുടെ മോട്ടർ. പിന്നെ വന്നിട്ട് അടുത്തത് RPM ആണ്. RPM നിങ്ങൾക്ക് 14 ആണെങ്കിൽ അത് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് 1440 ആണ് RPM. അതുകൊണ്ട് നമ്മൾ ആ RPM തന്നെ ഇവിടെ സെറ്റ് ചെയ്യുന്നു. 1440 എന്നുള്ള ആ ഒരു RPM നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ പോളാണ്, അതായത് എത്ര പോൾ ഉണ്ടെന്നുള്ളതായിരിക്കും. ഇപ്പോൾ 4 പോളാണ്. 4 പോൾ ആയതുകൊണ്ടാണ് ഈ 1440 വരുന്നത്. 6 പോൾ ആണെങ്കിൽ അത് 1000, അതായത് 960 RPMലേക്ക് ആയിരിക്കും വരിക. ഇപ്പോൾ നമ്മൾ പാരാമീറ്റർ ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ പാരാമീറ്റേഴ്സ് നമ്മൾ ഫുള്ള് ഇതിനകത്ത് ചെയ്യുന്നില്ല, കാരണം അത് കൂടുതൽ ലെങ്തി ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൺ കമാൻഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റൺ കമാൻഡ് കൊടുത്തത് ഈ പുഷ് ബട്ടൺ, അതായത് കീപാഡ് വഴിയായിരുന്നു. ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ആ ഫംഗ്ഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നത് സെലക്ടർ സ്വിച്ച് വഴിയാണ്. അപ്പോൾ നമ്മൾ ഓൺ ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്പീഡ് കൺട്രോൾ നമ്മൾ ചെയ്യുന്നത് ഏതിലാണ്, ഇപ്പോൾ ഈ നോബ്, ഈ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ വഴി ചെയ്ത് നമ്മൾ നേരെ ഈ നോബ് വഴിയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് റിമോട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കീപാഡ് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്ററോ ഈ സെലക്ടർ സ്വിച്ചോ മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നിസ്സാര എമൗണ്ടേ വരുള്ളൂ. ഒരു 250 അല്ലെങ്കിൽ 300 റുപ്പീസിനുള്ളിലേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നതും ഇതിൽ ഫംഗ്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ അത് അത്രയും തന്നെ നമുക്ക് എളുപ്പമായിട്ടാണ് വരിക. ഇപ്പോൾ ഫ്രീക്വൻസി ഞാനിപ്പോൾ 60 സെറ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം, പാരാമീറ്ററിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാം. ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല. 60 ആണ്, ആക്ച്വലി 50 ഹെർട്സ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ റൺ കമാൻഡ് നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അഗൈൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു. 2 ഹെർട്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മോട്ടർ ഏറ്റവും ലോ സ്പീഡിൽ കറങ്ങുന്നത്. നമുക്ക് പതുക്കെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. 15 ഹെർട്സ്, 30 ഹെർട്സ്, അതേപോലെ മാക്സിമം ഫ്രീക്വൻസി ആയിട്ടുള്ള 60 ഹെർട്സ്. അപ്പോൾ ഇതാണ് ഒരു MS300 എന്ന് പറയുന്ന VFDയുടെ
കംപ്ലീറ്റ് അൺബോക്സിങ്ങും അതേപോലെ അതിൻ്റെ വർക്കിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്